ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വ്ളോഗുമായി വന്നിരിക്കുകയാണ് ഗായ്സ്. വ്ളോഗ് എടുക്കാൻ മെയിൻ കാരണം ആരോരുമല്ല, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ആർക്കെയാണ് മോട്ടിവേഷൻ തന്നത് വ്ളോഗ് എടുക്കാൻ. സോ ഞാൻ താമസിക്കുന്ന റൂമാണ്. ഇൻറ്റേൺഷിപ്പിന് പോകാൻ സമയമായി. എന്ത് ഈ ജനൽ കാണിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ ജനലിൽ കൂടെ നോക്കും മഴ പെയ്യുണ്ടോയെന്ന്. ആ വെള്ളം കെട്ടി നിൽക്കുന്നത് മഴത്തുള്ളികൾ വീഴുന്നില്ലെങ്കിൽ മഴയില്ല, പക്ഷേ മൊത്തത്തിൽ ഇരുണ്ട മട്ടാണ്. എന്നാലും ഞാനിപ്പോൾ ഇറങ്ങാന്ന് വെച്ചു, അല്ലെങ്കിൽ ഇനി മഴ പെയ്താൽ പെട്ടുപോകും. ഗൈസ്, ഇതാണ് റോയൽ ബസ്സി. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയാം, അത്രേ ഉള്ളൂ. സോ നമുക്ക് പതുക്കെ പോകാൻ നോക്കാം ഗൈസ്. ഇതാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം താമസിക്കുന്ന റൂം. എൻ്റെ ഫ്രണ്ട് സൈമൻ്റെ റൂമാണ്. എൻ്റെ റൂമിൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ആവേശം മൂത്ത് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. റൂമൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഇന്നഷിപ്പ് കുറച്ച് നാൾ സൈമൻ്റെ റൂമിൽ തൽക്കാലം തേക്ക് നിന്നു, അഡ്ജസ്റ്റ് ചെയ്തു. വേറെ വഴിയില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്തത് സിൻസ് റൂം നല്ല റൂമാട്ടോ. റൂം നല്ല റൂമാണ്. ഇതോ ഇവിടെയൊക്കെ അല്ലാണ്ട് എ സി ഒക്കെ ഉണ്ട്, പക്ഷേ എ സിയുടെ ബ്ലോ നേരെ ബാത്റൂമിലേക്ക് പോകാതുള്ളൂ. അങ്ങനെ അപ്പോൾ ഇനി ഇപ്പോൾ അതൊക്കെ ഇറങ്ങാൻ നോക്കാം ഗൈസ്. നമ്മളിതാ ഇറങ്ങി. വലിയ മഴയൊന്നുമില്ല, കാരണം ഇവിടുത്തെ പാർക്കിംഗ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. യെസ്, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കും, കാരണം ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി നാട്ടിൽ വെച്ചു ഗൈസ്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചത്ര മൈലേജൊന്നും ഇവിടെ കിട്ടുന്നില്ല. വിചാരിച്ചത്ര മൈലേജൊന്നും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ വണ്ടി കൊണ്ടുവരാൻ പോവുക. അതവിടെ ആരും ഉപയോഗിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മളിന്നത്തെ ഗോൾ. കമോൺ ഗൈസ്, ഞാൻ ഇറങ്ങിയൊരു 5 മിനിറ്റ് ആയില്ല, അപ്പോഴത്തേക്കും മഴ തുടങ്ങി. ഔട്ട് ഓഫ് നോവെയർ മഴ തുടങ്ങി. ഇതാണ് മണിപ്പാലിൻ്റെ പ്രത്യേകത. എപ്പോൾ മഴ പെയ്യുന്ന ആർക്കും പറയാൻ പറ്റില്ല. സോ ഞാൻ ഹോസ്റ്റലിൻ്റെ മുമ്പിലാണ്. ഇതൊരു ഗേൾസ് ഹോസ്റ്റലാണ്. മഴ പെയ്തുകൊണ്ട് നിർത്തിയതാണ്. ആക്ച്വലി ഇതായിരുന്നു ഇവരുടെ ഫസ്റ്റ് ഗേറ്റ് എൻട്രൻസ്. ഇപ്പം അത് ആ സൈഡിലേക്ക് മാറ്റിയതാണ്. അവിടെ ഇപ്പം എൻട്രൻസ്. അതെന്താ അങ്ങനെ മാറ്റാൻ കാരണം എന്ന് എനിക്കറിയില്ല. ചില സാങ്കേതിക കാരണങ്ങളല്ല എങ്ങനെയാക്കി. സോ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നായിരുന്നു, അതൊക്കെ നനഞ്ഞു. സാരില്ല, മഴ മാറട്ടെ. ഗൈസ്, നമ്മളിത് അവിടെ എത്തി. ഇതാണ് ഞാൻ എൻ്റെ ഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പാർക്കിംഗ്. സ്ഥലം കാണിച്ചു തരാം. ഇൻഫെക്ഷ്യസ് ബ്ലോക്ക് കണ്ടില്ലേ, ഇൻഫെക്ഷ്യസ് ഡിസീസ് ബ്ലോക്ക്. അവിടെയാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ്. ഞാൻ ഇപ്പോൾ എന്താ അങ്ങോട്ട് പോകാത്തത് നിങ്ങൾ വിചാരിക്കുക. അവിടെ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ ഇത് നഴ്സിംഗ് കോളേജിൻ്റെ അടുത്താണ്. നഴ്സിംഗ് കോളേജ് ധാരാളം മലയാളികളുള്ളൊരു കോളേജാണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ. സോ മലയാളം അറിയണവർ എന്താ എന്നുള്ള രീതിയിലും, മലയാളം അറിയാത്തവർ പിന്നെ മലയാളി എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ നോട്ടീസ് ചെയ്യും. സോ അതിൻ്റെ ചെറിയൊരു ചമ്മലുണ്ട്. വ്ളോഗ് എടുത്ത് വേണം ഈ ചമ്മൽ മാറ്റാൻ. എന്നാലും ഇതൊരു കഫ്റ്റീരിയയാണ്. ഇതൊന്നും തുറന്നിട്ടില്ല. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, പുള്ളി എണീറ്റ് വന്നു. പുള്ളി സാധാരണ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കാറ്. സോ യെസ്, ഓക്കെ ഗൈസ്, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. സമയം എന്തേ 9 മണി ആവണുള്ളൂ. 9 മണിയാണ് എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. ഗൈസ്, ഇതാണ് എൻ്റെ ഓഫീസ്. ഓഫീസ് ഇൻ ദ സെൻസ് ഇവിടെയാണ് റിപ്പോർട്ട് ചെയ്യാറ്. PHO ഡേ കെയർ. PHO മീൻസ് പീഡിയാട്രിക് ഹെർമറ്റോളജി ഓങ്കോളജി. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളൊരു എത്തിക്സ് കീപ്പ് ചെയ്യണോണ്ട് ഷൂട്ട് ചെയ്യണില്ല. സോ ഇതാണ് TMA ഹാൾസ്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു കൊല്ലമാവാറായി. ജൂലൈ 29-30 ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഇയർ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നത്. സോ ഇതാണ് സ്ഥലത്തിന് എന്താ പറയുക എനിക്കറിയില്ല. ഒരു ഫൗണ്ടനാണിത്. എല്ലാവരും ഫൗണ്ടൻ എന്നുള്ള പേരിൽ തന്നെ പറയാറ്. സോ അതാണ് കസ്തൂർബ മെഡിക്കൽ കോളേജ്, ദ ഫേമസ് KMC. സോ ഓക്കെ ഗൈസ്, ഞാൻ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല, കാരണം അവിടെ തിരക്കുണ്ടായിരുന്നു. സോ ഒറ്റയ്ക്ക് ഒരാൾ വീഡിയോ എടുക്കണം എല്ലാവരും നോട്ടീസ് ചെയ്യുമെന്നുള്ളൊരു ഭയത്താൽ ഞാൻ വീഡിയോ എടുത്തില്ല.
സോ ഡേ കെയർ. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യണ മാഡം നഴ്സിംഗ് കോളേജിലേക്ക് പോയി. മാഡം ഇവിടുത്തെ പ്രൊഫസറാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഓഫീസിലെ പരിപാടി കഴിഞ്ഞു. ഇനി പോയിട്ട് വേണം പോസ്റ്റർ ഉണ്ടാക്കാൻ. അതാണ് ഇന്നത്തെ ജോലി. പോസ്റ്ററല്ല, ഒരു എഡ്യൂക്കേഷൻ മെറ്റീരിയൽ ഉണ്ടാക്കണം. സോ ഒഫീഷ്യലി കഴിഞ്ഞിട്ടില്ല, പക്ഷേ ലൈബ്രറി പോവാണ്. ലൈബ്രറിയിൽ വേണം ഉണ്ടാക്കാൻ. കാരണം ലൈബ്രറിയിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ വൈഫൈ ആക്സസ് ഉള്ളൂ, അതായത് സ്റ്റുഡൻസിന്. സോ ലൈബ്രറിയിലേക്ക് പോവാം. അതിനു മുമ്പേ ഞാൻ നമ്മുടെ വ്ളോഗ് കുറച്ചും കൂടി ചടക്കം അല്ലെങ്കിൽ ഒരു ചിട്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ലൈക്ക് വെറുതെ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഓരോ ടോപ്പിക്കായി സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുക. എങ്ങനെ ഉണ്ടായിരിക്കും? പക്ഷെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഇടുമെന്ന് എനിക്കറിയില്ല. അത് നമ്മളെ തന്നെ കാണിക്കണം ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് രണ്ടും എനിക്കില്ല. എനിക്ക് ശരിക്കും FPP, അതായത് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. സോ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കണം. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. ഏതായാലും നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആർക്കെ അതിൻ്റെ അഭിപ്രായം പറയട്ടെ. അങ്ങനെ ഇടണോ വേണ്ടയോ, ടോപ്പിക് വൈസ് തിരിച്ച് ചെയ്യണോ? അപ്പോൾ അതൊരു വ്ളോഗായിരിക്കില്ല, ബട്ട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ.